ലോഗോസ് ട്രിവ്യയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ശിഷ്യന്മാരോട്. 2. എന്ത് വെളിച്ചത്ത് വരാതിരിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: മറഞ്ഞിരിക്കുന്നതൊന്നും. 3. എന്ത് അറിയപ്പെടാതിരിക്കുകയുമില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: നിഗൂഢമായിരിക്കുന്നതൊന്നും. 4. വീട്ടിൽ സ്വകാര്യ മുറിയിൽ വച്ച് ചെവിയിൽ പറഞ്ഞത് എവിടെയാണ് പ്രഘോഷിക്കപ്പെടുന്നത്? ഉത്തരം: പുരമുകളിൽ. 5. ഇരുട്ടത്ത് സംസാരിച്ചത് എവിടെ കേൾക്കപ്പെടും? ഉത്തരം: വെളിച്ചത്ത്. 6. നിങ്ങൾ ആരെ ഭയപ്പെടുക എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകിയത്? ഉത്തരം: കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ. 7. 5 കുരുവികൾ എത്ര നാണയത്തുട്ടിനാണ് വിൽക്കപ്പെടുന്നത്? ഉത്തരം: 2. 8. ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല എന്ന് യേശു പറഞ്ഞത് എന്തിനെപ്പറ്റി? ഉത്തരം: 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്ന 5 കുരുവികളെപ്പറ്റി. 9. നിങ്ങളുടെ എന്തുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: തലമുടി ഇഴ പോലും. 10. നിങ്ങൾ എന്തിനേക്കാൾ വിലയുള്ളവരാണ് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: അനേകം കുരുവികളേക്കാൾ. 11. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ആരുടെ മുൻപിലാണ് മനുഷ്യപുത്രനും ഏറ്റുപറയുക? ഉത്തരം: ദൈവത്തിൻ്റെ ദൂതന്മാരുടെ. 12. ആർക്കെതിരായി സംസാരിക്കപ്പെടുന്നവനോടാണ് ക്ഷമിക്കപ്പെടുക? ഉത്തരം: മനുഷ്യപുത്രനെതിരായി. 13. പരിശുദ്ധാത്മാവിനെതിരായി എന്ത് പറയുന്നവനോടാണ് ക്ഷമിക്കപ്പെടുകയില്ലാത്തത്? ഉത്തരം: ദൂഷണം പറയുന്നവനോട്. 14. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിൽ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പഠിപ്പിക്കുന്നത് ആര്? ഉത്തരം: പരിശുദ്ധാത്മാവ്. 15. ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം: ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. 16. പിതൃസ്വത്ത് പങ്കുവയ്ക്കാൻ കൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടവന് യേശു നൽകിയ മറുപടി എന്തായിരുന്നു? ഉത്തരം: ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? 17. ഹേ മനുഷ്യ എന്ന് യേശു ആരെ അഭിസംബോധന ചെയ്തു? ഉത്തരം: പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് പറഞ്ഞവനെ. 18. എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ഇതിനു മുമ്പ് യേശു പറയുന്ന വാക്ക്? ഉത്തരം: ജാഗരൂകരായിരിക്കുവിൻ. 19. മനുഷ്യജീവിതം എന്തുകൊണ്ടല്ല ധന്യമാകുന്നത്? ഉത്തരം: സമ്പത്തുകൊണ്ടല്ല. 20. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് പഠിപ്പിക്കാൻ യേശു പറഞ്ഞ ഉപമ ഏത്? ഉത്തരം: ഭോഷനായ ധനികൻ്റെ ഉപമ. 21. അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. ധനികൻ ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം: ആത്മാവിനോട്. 22. ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. ഇവിടെ ദൈവം അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം: ഭോഷ. 23. ഭോഷനായ ധനികനോട് അവൻ്റെ ആത്മാവിനെ എപ്പോൾ ആവശ്യപ്പെടും എന്നാണ് ദൈവം പറയുന്നത്? ഉത്തരം: ഈ രാത്രി. 24. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്തു ശേഖരിക്കുന്നവൻ ആരെപ്പോലെയാണ്? ഉത്തരം: ഭോഷനായ ധനികനെ പോലെ. 25. എന്തു ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്തു ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു ശിഷ്യന്മാരോട്.
26. ജീവനെ പറ്റിയോ ശരീരത്തെ പറ്റിയോ ആകുലരാകേണ്ട എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം: ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. 27. കാക്കകൾ എന്തു ചെയ്യുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. 28. പൂരിപ്പിക്കുക. ആകുലരാകുന്നതുകൊണ്ട് ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഉത്തരം: ആയുസ്സിൻ്റെ ദൈർഘ്യം. 29. ആരാണ് അവൻ്റെ സർവ്വമഹത്വത്തിലും ലില്ലികളിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനാവാതിരുന്നത്? ഉത്തരം: സോളമൻ. 30. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതും ആയതെന്ത്? ഉത്തരം: വയലിലെ പുല്ല്. 31. പൂരിപ്പിക്കുക. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല? ഉത്തരം: അല്പവിശ്വാസികളെ. 32. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ആരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്? ഉത്തരം: ഈ ലോകത്തിൻ്റെ ജനതകൾ. 33. നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം: ചെറിയ അജഗണത്തോട്. 34. നിങ്ങൾക്ക് എന്തു നൽകാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് ലൂക്ക 12:32 പറയുന്നത്? ഉത്തരം: രാജ്യം നൽകാൻ. 35. എങ്ങനെയുള്ള പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: പഴകിപ്പോകാത്ത പണസഞ്ചികൾ. 36. ഒടുങ്ങാത്ത നിക്ഷേപം സംഭരിച്ചു വെക്കേണ്ടത് എവിടെ? ഉത്തരം: സ്വർഗത്തിൽ. 37. നിന്റെ ഹൃദയം എവിടെയായിരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ. 38. ലൂക്ക 12:37 അനുസരിച്ച് ഭാഗ്യവാന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം: യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാരെ. 39. കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഗൃഹനാഥൻ എന്ത് അനുവദിക്കുമായിരുന്നില്ല? ഉത്തരം: തൻ്റെ വീട് കുത്തിത്തുറക്കാൻ. 40. മനുഷ്യപുത്രൻ വരുന്നത് എപ്പോഴാണ്? ഉത്തരം: പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ. 41. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്ന് യേശു പറയാൻ കാരണം? ഉത്തരം: പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. 42. കർത്താവേ, നീ ഈ ഉപമകൾ പറയുന്നത് ഞങ്ങൾക്കു വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? ആരാണ് ഇത് ചോദിച്ചത്? ഉത്തരം: പത്രോസ്. 43. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണുന്ന ഭൃത്യനെ ഏൽപ്പിക്കുന്നതെന്ത്? ഉത്തരം: തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. 44. പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും വരുന്നത് ആര്? ഉത്തരം: യജമാനൻ. 45. യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യന് ലഭിക്കുന്നത് എന്ത്? ഉത്തരം: കഠിനമായ പ്രഹരം. 46. ലഘുവായി പ്രഹരിക്കപ്പെടുന്നത് ആര്? ഉത്തരം: അറിയാതെ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തു പോയവൻ. 47. പൂരിപ്പിക്കുക. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം നോട് അധികം ചോദിക്കും. ഉത്തരം: ഏൽപ്പിക്കപ്പെട്ടവനോട്. 48. ലൂക്ക 12:49 അനുസരിച്ച് താൻ എന്തിനാണ് വന്നതെന്നാണ് ഈശോ പറയുന്നത്? ഉത്തരം: ഭൂമിയിൽ തീയിടാൻ. 49. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഉത്തരം: ഭിന്നത. 50. പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. യേശു ആരോടാണ് ഇത് പറഞ്ഞത്?
ഉത്തരം ജനക്കൂട്ടത്തോട്. 51. എങ്ങനെ സംബോധന ചെയ്തുകൊണ്ടാണ് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാമെന്ന് പറയുന്നത്? ഉത്തരം കപടനാട്യക്കാരെ. 52. നീ നിന്റെ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എവിടെ വെച്ചാണ് അവനുമായി രമ്യതപ്പെടേണ്ടത്? ഉത്തരം വഴിയിൽ വെച്ച് തന്നെ.